ബിഗ് ബോസ് മലയാളം സീസൺ 4-ൽ ഈ തവണത്തെ വീക്ക്ലി ടാസ്ക് HOH അഥവാ ഹൗസ് ഓഫ് ഹൈജീൻ എന്ന ടാസ്ക് നല്ല അസലായി ചീറ്റി എന്ന് തന്നെ വേണം പറയാൻ. ഇത്രയും നല്ലൊരു ടാസ്ക് കണ്ടപ്പോൾ പ്രേക്ഷകരായ നമ്മൾ കുറച്ചധികം പ്രതീക്ഷകൾ അർപ്പിച്ച ഒരു ടാസ്ക് ആയിരുന്നു. ചുരുക്കം ചിലർ അവരുടേതായ ചില പെർഫോമൻസുകൾ നടത്തിയെന്നല്ലാതെ ഓവറോൾ നോക്കുകയാണെങ്കിൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു ടാസ്കിന്റെ പ്രത്യേകത എന്നത് ആക്ടിംഗ് അല്ലാതെ ടോർച്ചറിങ് യൂസ് ചെയ്യാം എന്നതാണ്. ബ്ലസ്ലി ലൂപ്പ് ഹോൾ കണ്ടെത്തി ആപ്പിൾ കഴിച്ചതുപോലെ ഇതിലെ ലൂപ്പ് ഹോളും അതാണ്. ഗസ്റ്റായി വരുന്നവർക്ക് റിസോർട്ട് ജീവനക്കാരെ ഏതു രീതിയിൽ വേണമെങ്കിലും ടോർച്ചർ ചെയ്യാവുന്നതാണ്, ആരോഗ്യപരമായ രീതിയിൽ വേണമെന്ന് മാത്രം. ഉദാഹരണം, മുൻ സീസണുകളിൽ കണ്ടുവന്നതുപോലെ വിളിച്ച് കാൽ കഴിയിക്കാം, വേണമെങ്കിൽ വിളിച്ച് ബാത്റൂം ക്ലീൻ ചെയ്യിക്കാം. ഇതുപോലെ രസകരമായ പല കാര്യങ്ങളും ഉൾപ്പെടുത്തി ടാസ്ക് ഗംഭീരമാക്കാമായിരുന്നു. ഇത് കുറച്ച് സീരിയൽ കോമഡി ആർട്ടിസ്റ്റുകളുടെ ഇൻഡിവിജ്വൽ ആക്ടിംഗ് അല്ലാതെ വേറൊന്നും കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് തുടക്കം തന്നെ പറഞ്ഞത് ഈ തവണത്തെ വീക്ക്ലി ടാസ്ക് നല്ല അസലായി ചീറ്റിയെന്ന്. ഇതിലിപ്പോൾ ഓഷ്യാനിക് മീഡിയയുടെ കാഴ്ചപ്പാടിൽ പലർക്കും പേടിയാണ് എന്നതാണ്. അത് ഇമേജ് കോൺഷ്യസ് ആയി പുറത്തുള്ള ജനങ്ങളെയല്ല, ബിഗ് ബോസ് ഹൗസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെ തന്നെയാണ്. കുറച്ച് വെള്ളം കോരി ഒഴിച്ചപ്പോൾ മനുഷ്യത്വം, മൃഗീയം, വുമൺ ഗാർഡൊക്കെ ഇറക്കിയ ടീംസാണ് അവിടെയുള്ളത്. ഇവരെ പോലെയുള്ളവർ കാരണം മറ്റുള്ളവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഇത് ബിഗ് ബോസ് ആണ്, ആരോഗ്യപരമായ ഏത് രീതിയിലും ഗെയിം കളിക്കാം. അതിൽ മുന്നേ പറഞ്ഞ മനുഷ്യത്വം, വുമൺ ഗാർഡ് എന്നതിനൊന്നും ബിഗ് ബോസ് പരിഗണനയിൽ എടുക്കില്ല എന്ന് ചിന്തിച്ച് കളിക്കാനാണെങ്കിൽ ധൈര്യമുള്ള ആരും അവിടെ ഇല്ലതാനും. ഇങ്ങനെ പേടിച്ച് തട്ടിമുട്ടി പോകുന്ന കിഴങ്ങന്മാരുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്ത എൻ്റെ ബിഗ് ബോസ് അണ്ണ, നിങ്ങളാണല്ലോ ഏറ്റവും വലിയ തോൽവി. അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം 4ാമത്തെ സീസണിൽ എത്തി നിൽക്കുമ്പോഴെങ്കിലും ഈ കണ്ടുപഴകിച്ച ടാസ്ക് ഒക്കെ മാറ്റി കുറച്ച് പുതുമയൊക്കെ ആകാം എന്നതാണ് ഓഷ്യാനിക് മീഡിയയുടെ അഭിപ്രായം. പ്രേക്ഷകർക്ക് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഖിൽ, ലക്ഷ്മിപ്രിയ, നവീൻ, റോൺസൺ മുതലായവരൊക്കെ ഇൻഡിവിജ്വൽ പെർഫോമൻസിൽ മികച്ചു നിന്നു എന്ന് തന്നെ പറയാം.